ടോപ്പ് ട്യൂഷന്റെ ഹിസ്റ്ററി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 6 ഫ്രം ദ ലാൻഡ് ഓഫ് ചോളാസ് ടു ഡൽഹിയിൽ വരുന്ന ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് വർ ദ മെയിൻ ഐറ്റംസ് ഓഫ് ട്രേഡ് ഡ്യൂറിംഗ് ചോള പീരീഡ്? ചോള പീരീഡിൽ നടത്തിയിരുന്ന മെയിൻ ട്രേഡ് ഐറ്റംസ് ഏതൊക്കെയായിരുന്നു? ഇപ്പൊ ചോള പീരീഡിൽ വന്നിട്ട് ഇന്ത്യക്കകത്തും അതുപോലെ തന്നെ ഓവർസീസിലും ട്രേഡിംഗ് നടത്തിയിരുന്നു. ഇവരുടെ മെയിൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആയിട്ടുള്ള സീരിയൽസും ഷുഗർ കെയിനൊക്കെ ലോക്കലി ആണ് അവർ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മേജർ ഇൻഡസ്ട്രി വരുന്നത് അവരുടെ വീവിംഗ് ആണ്. അപ്പോൾ ഹൈ ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ആണ് ഇവർ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, സീൽസ് നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള പേൾസും കോറൽസ് പോലത്തെ വാല്യുബിൾ ഐറ്റംസും ഇവർ എക്സ്പോർട്ട് ചെയ്തിരുന്നത്. പിന്നെ ഇവർ ഇമ്പോർട്ട് ചെയ്തത് ഹോസസ് പോലെയുള്ള ഗുഡ്സ് ഒക്കെയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Cholas had a flourishing trade both within India and overseas. Their main agricultural products like cereals and sugarcane were traded locally. Weaving was a major industry and high-quality textiles were exported. They also exported valuable items like pearls and corals collected from the sea while importing goods like horses. Question: Who were Nagradhar and Manigramam? Nagradharum Manigramam ആരൊക്കെയായിരുന്നു? ഇപ്പൊ നഗരധാരും മണിഗ്രാമും വന്നിട്ട് പവർഫുള്ളും അതുപോലെ തന്നെ വെൽത്തി ആയിട്ടുള്ള മെർച്ചന്റ് ഗിൽഡ്സ് ആയിരുന്നു. ഇവർ ചോള പീരീഡിലാണ് ഉണ്ടായിരുന്നത്. ഈ ഗിൽഡ്സിന് ട്രേഡേഴ്സിന്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. ഇതിനകത്താണ് ട്രേഡ് ആക്ടിവിറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്തതും മാനേജ് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഇന്റേണലും ഓവർസീസ് ട്രേഡ് വന്നിട്ട് വളരെ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഇവർ ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ആക്ടിവിറ്റീസ് വന്നിട്ട് ചോള കിങ്ഡത്തിലുള്ള എക്കണോമി ബൂസ്റ്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Nagradhar and Manigramam were powerful and wealthy merchant guilds during the Chola period. These guilds were organizations of traders that control and manage trade activities. They played a very important role in making both internal and overseas trade possible and successful. Their activities helped in boosting the economy of the Chola kingdom significantly. Question: Why was Gangaikonda Cholapuram built? എന്തുകൊണ്ടാണ് ഗംഗൈകൊണ്ട ചോളാപുരം ബിൽഡ് ചെയ്തത്? ഗംഗൈകൊണ്ട ചോളാപുരം ബിൽഡ് ചെയ്തത് ചോള എംപറർ ആയിട്ടുള്ള രാജേന്ദ്ര ചോള ഒന്നാമനായിരുന്നു. അദ്ദേഹത്തിന്റെ മിലിറ്ററി വിക്ടറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയ ക്യാപിറ്റൽ സിറ്റി ബിൽഡ് ചെയ്തത്. ഈ ഒരു സിറ്റി നെയിമിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഗംഗ കോൺകർ ചെയ്ത ചോളയിലുള്ള സിറ്റി എന്നാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഗംഗൈകൊണ്ട ചോളാപുരം വാസ് ബിൽഡ് ബൈ ദ ചോള എംപറർ രാജേന്ദ്ര ചോള 1. He built this new capital city to celebrate his great military victory. He had successfully led his army all the way to North India and crossed the river Ganga. The name of the city itself means the city of the Chola who conquered the Ganga. Question: What was Vetti in the Chola kingdom? Chola kingdomത്തിലെ വെട്ടി പറഞ്ഞാൽ എന്താണ്? ചോള കിങ്ഡത്തിൽ വെട്ടി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ടാക്സ് ആണ്. ഇത് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഗുഡ്സ് ആയിട്ടോ അല്ല പേ ചെയ്യേണ്ടത്, മറിച്ച് അൺപെയ്ഡ് ലേബർ ഫോമിലാണ് കൊടുക്കേണ്ടത്. അതായത് കാശ് അല്ലെങ്കിൽ കൂലി വാങ്ങിക്കാതെ ജോലി ചെയ്തിട്ടാണ് ഇവർ ഒരു ടാക്സ് പോലെ നടക്കുന്നത്. ഈ ഒരു കമ്പൽസറി സർവീസ് എന്ന് പറയുന്നത് ടാക്സ് പേ ചെയ്യുന്നതിന് ഈക്വൽ ആണ്. അപ്പൊ ഇവരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പബ്ലിക് വർക്ക്സിനാണ്. അതായത് ഇറിഗേഷൻ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ റോഡൊക്കെ ബിൽഡ് ചെയ്യാനൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. വെട്ടി വാസ് എ ടൈപ്പ് ഓഫ് ടാക്സ് ഇൻ ദ ചോള കിങ്ഡം, ബട്ട് ഇറ്റ് വാസ് നോട്ട് പെയ്ഡ് ഇൻ ക്യാഷ് ഓർ ഗുഡ്സ്. ഇറ്റ് വാസ് എ ഫോം ഓഫ് അൺപെയ്ഡ് ലേബർ ദാറ്റ് പീപ്പിൾ വർ ഫോഴ്സ്ഡ് ടു പ്രൊവൈഡ് ടു ദ സ്റ്റേറ്റ്. ദിസ് കമ്പൽസറി സർവീസ് വാസ് കൺസിഡർഡ് ഈക്വൽ ടു പേയിങ് എ ടാക്സ്. It was often used for public works projects like building roads or maintaining irrigation systems. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question: What was the ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ ഫേമസ് ഫോർ? എന്തിനാണ് ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ ഫേമസ് ആയിരുന്നത്? ഇപ്പോൾ ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ചോള പീരീഡിലുള്ള ഇമ്പോർട്ടൻറ്റ് റെക്കോർഡ്സിൽ ഒന്നാണ്. ഇത് വളരെയധികം ഫേമസ് ആണ്. കാരണം വന്നിട്ട് ഇതിനകത്ത് വില്ലേജ് സെൽഫ് ഗവൺമെന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്തിരുന്നത് എന്നതിന്റെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിനകത്ത് സഭ, അതായത് അസംബ്ലി ഓഫ് എൽഡേഴ്സ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്നും അതിനകത്ത് മെമ്പേഴ്സിനെ എങ്ങനെ എലക്ട് ചെയ്യുന്നത്, അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്താണ്, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. The Uttaramerur inscription is one of the most important records from the Chola period.
It is famous because it gives very detailed information about how the village self-government worked. It describes the functioning of the Sabha, the Assembly of Elders, including how its members were elected, their qualifications, and their duties. Question: What does the work Kaviraja Margam tell us? Kaviraja Margam work എന്താണ് പറയുന്നത്? ഇപ്പോൾ കവിരാജ മാർഗം എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ലിറ്ററേച്ചർ വർക്കാണ്. ഇത് എഴുതിയിരിക്കുന്നത് കന്നഡ ലാംഗ്വേജിലാണ്. അപ്പോൾ ഇതിന്റെ ഓഥർ എന്ന് പറയുന്നത് രാഷ്ട്രകൂട കിങ് ആയിട്ടുള്ള അമോഘ വർഷമാണ്. അപ്പോൾ ഈ ഒരു വർക്കിനകത്ത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രകൂട റൂളേഴ്സ് വന്നിട്ട് ജസ്റ്റ് വാരിയേഴ്സ് മാത്രമല്ല, അവർക്ക് റീജിയണൽ ലാംഗ്വേജസിലും അതുപോലെ ലിറ്ററേച്ചറിലൊക്കെ വളരെ താല്പര്യമുള്ളവരും കൂടിയാണെന്നാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. കവിരാജ മാർഗം ഈസ് എ ഫേമസ് വർക്ക് ഓഫ് ലിറ്ററേച്ചർ written in the Kannada language. It was authored by the Rashtrakuda king Amogha Varshan. It is the earliest available book on rhetoric and poetics in Kannada. This work shows that the Rashtrakuda rulers were not just warriors but also patrons of regional languages and literature. Question: Who was Mahmud of Ghazni? Mahmud of Ghazni ആരായിരുന്നു? 11th സെഞ്ചുറിയിൽ ഇന്ത്യനെ മൾട്ടിപ്പിൾ ടൈംസ് ഇൻവേഡ് ചെയ്ത ഒരു ടർക്കിഷ് റൂളർ ആയിരുന്നു മഹമ്മൂദ് ഓഫ് ഗസ്നി. അദ്ദേഹത്തിന്റെ മെയിൻ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വെൽത്ത് ആണ്, പ്രത്യേകിച്ചും റിച്ച് ടെമ്പിൾസ്. അപ്പൊ ഇദ്ദേഹം 17 ടൈംസ് ഇന്ത്യനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ഇൻവേഷൻ മൂലം ഇന്ത്യന്റെ കിങ്ഡംസ് വീക്കൻഡ് ആവുകയും പിന്നീട് ടർക്കിഷ് വന്നിട്ട് ഇന്ത്യയെ കോൺക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Mahmud of Ghazni was a Turkish ruler who invaded India multiple times in the 11th century. His main motivation was to plunder the great wealth of India, particularly from its rich temples. He is said to have attacked India 17 times. These invasions weakened the Indian kingdoms and paved the way for future Turkish conquest. Question: What were Tanga and Dirham? Tangയും ദിർഹം പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ തങ്കയും ദിർഹവും വന്നിട്ട് കോയിൻസിന്റെ നെയിമാണ്. അതായത് തങ്ക പറയുന്നത് സിൽവർ കോയിനും ദിർഹം പറയുന്നത് കോപ്പർ കോയിനും ആണ്. ഡൽഹി സുൽത്താനിന്റെ സമയത്തുണ്ടായിരുന്ന മോണിറ്ററി സിസ്റ്റത്തിന്റെ പാർട്ടാണ് ഈ രണ്ട് കോയിൻസും. അപ്പൊ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് കറൻസി കൊണ്ടുവന്നതോടെ ട്രേഡും കൊമേഴ്സും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്തു. അതുമാത്രമല്ല എക്കണോമിക് ട്രാൻസാക്ഷൻസ് ഈസിയർ ആക്കാനും അതുപോലെ തന്നെ ക്യാഷ് എക്കണോമിന്റെ ഗ്രോത്തിനും ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Tanga and Dirham were the names of the coins that were part of the monetary system during the Delhi Sultanate. The Tanga was a silver coin and the Dirham was a copper coin. Having a standardized currency like this helped to promote trade and commerce. It made economic transactions easier and contributed to the growth of a cash economy. Join Top Tuition Center today to achieve excellent success through small batch-sized tuition classes for high school students. Question: What were some architectural contributions of the Delhi Sultans? Delhi Sultansന്റെ ആർക്കിടെക്ചറൽ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഡൽഹി സുൽത്താൻസ് വന്നിട്ട് പുതിയൊരു ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് വളരെയധികം കോൺട്രിബ്യൂഷൻസ് ആർക്കിടെക്ചറിൽ നൽകിയിട്ടുണ്ട്. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ കുത്തബ് മിനാർ, അതുപോലെ തന്നെ തുഗ്ലക്കാബാദ് ഫോർട്ട്, പിന്നെ ഹോസ്കാസ് കോംപ്ലക്സും പിന്നെ സറൈൻ ലോധി ഗാർഡൻസ് ഒക്കെയാണ്. ഇതൊക്കെ നമുക്ക് ഡൽഹിയിൽ പോയാൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Delhi Sultans made significant contributions to architecture, creating a new Indo-Islamic style. Some famous examples of their work can be seen in Delhi today. These include the tall and majestic Qutub Minar, the imposing Tughlaqabad Fort, the Hoskas Complex, and the Sarain Lodi Gardens. Question: Who was Ziauddin Barani? Ziauddin Barani ആരായിരുന്നു? ഡൽഹി സുൽത്താനേറ്റ് പീരീഡിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുസ്ലിം ഹിസ്റ്റോറിയനും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ തിങ്കറും ആയിരുന്നു സിയാവുദ്ദീൻ ബറാനി. അദ്ദേഹം വന്നിട്ട് തുഗ്ലക് റൂളേഴ്സിന്റെ കോർട്ടിലായിരുന്നു സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള താരിഖി ഫിറോസ് ഷാഹിയിൽ ഖൽജീനെ കുറിച്ചും അതുപോലെ തന്നെ തുഗ്ലക് ഡൈനാസ്റ്റിനെ കുറിച്ചിട്ടുള്ള, അതായത് അവരുടെ അഡ്മിനിസ്ട്രേഷനും ആ ഒരു കാലത്തിലുള്ള പൊളിറ്റിക്സിനും കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫോർമേഷനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Ziauddin Barani was an important Muslim historian and political thinker who lived in India during the Delhi Sultanate.
He served in the court of the Tughlaq rulers. His book Tariq-i-Firoz Shahi is a major historical source that provides a detailed account of the reigns of the Khalji and Tughlaq dynasties, giving insight into the administration and politics of the time. Question: Who built the Kailasa temple at Ellora? എല്ലോറയിലുള്ള കൈലാസ ടെമ്പിൾ ആരാണ് ബിൽഡ് ചെയ്തത്? ഇപ്പൊ എല്ലോറയിലുള്ള ഫേമസ് ആയിട്ടുള്ള കൈലാസ ടെമ്പിൾ വന്നിട്ട് രാഷ്ട്രകൂട ഡൈനാസ്റ്റിയാണ് ബിൽഡ് ചെയ്തത്. ഈ ഒരു ടെമ്പിൾ വന്നിട്ട് ഒരു സിംഗിൾ റോക്കിൽ നിന്നും കാർവ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഈ ഒരു ടെമ്പിൾ വന്നിട്ട് റോക്കട്ട് ആർക്കിടെക്ചറിന്റെ, അതായത് ഇന്ത്യൻ റോക്കട്ട് ആർക്കിടെക്ചറിന്റെ ഒരു റിമാർക്കബിൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അത് മാത്രമല്ല, രാഷ്ട്രകൂട പീരീഡിനുണ്ടായിരുന്ന ആർട്ടിസൻസിന്റെ സ്കില്ല് നമുക്ക് ഈ ഒരു ടെമ്പിളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദി ഫേമസ് കൈലാസ ടെമ്പിൾ അറ്റ് എല്ലോറ വാസ് ബിൽഡ് ബൈ ദി രാഷ്ട്രകൂട ഡൈനാസ്റ്റി. This incredible temple is not constructed from blocks but is carved out of a single massive rock. It stands as a remarkable example of Indian rock cut architecture and shows the great skills of the artisans during the Rashtrakuta period. Subscribe to this channel for more videos like this. Question: What was the immediate cause of the Arab invasion of Sindh in 712 CE? 712 CE നടന്ന സിന്ധിന്മേലുള്ള അറബ് ഇൻവേഷന്റെ ഇമ്മീഡിയറ്റ് കോസ് എന്തായിരുന്നു? 712 CE നടന്ന സിന്ധിന്മേലുള്ള അറബ് ഇൻവേഷന്റെ ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത് പൈറേറ്റ്സിന്റെ അറ്റാക്ക് ആയിരുന്നു. അതായത് സിലോണിൽ നിന്നും ബാഗ്ദാദിലെ കാലിഫിലോട്ട് പോകുന്ന ഗിഫ്റ്റ് ക്യാരി ചെയ്തിട്ട് പോകുന്ന ഷിപ്പിനെ പൈറേറ്റ്സുകാർ വന്നിട്ട് സിന്ധിന്റെ കോസ്റ്റിൽ വെച്ചിട്ട് അറ്റാക്ക് ചെയ്തു. അപ്പോൾ ആ സിന്ധിലുള്ള ലോക്കൽ റൂളർ വന്നിട്ട് ഇതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് പൈറേറ്റ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ ഒന്നും എടുത്തില്ല. അപ്പൊ ഇത് വന്നിട്ട് കാലിഫിന്റെ ഗവർണർ ആയിട്ടുള്ള അൽ ഹജ്ജാജിനെ ദേഷ്യപ്പെടുത്തി. അദ്ദേഹം വന്നിട്ട് അവരുടെ മിലിറ്ററി ചീഫ് ആയിട്ടുള്ള മുഹമ്മദ് ബിൻ ഖാസിമിനെ സിന്ധ് ഇൻവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സെൻഡ് ചെയ്തു. അപ്പൊ ഇതാണ് അവിടെ ഉണ്ടായ കാരണം. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The immediate cause for the Arab invasion of Sindh in 712 CE was an act of piracy. A ship carrying gift from Ceylon, that is Sri Lanka, to the Caliph of Baghdad was attacked by the pirates near the coast of Sindh. The local ruler did not take action against the pirates, which angered the Caliph's governor Al-Hajjaj. He then sent his military chief Muhammad bin Qasim to invade Sindh. Question: What was the Iqta system? ഇക്ത സിസ്റ്റം പറഞ്ഞാൽ എന്താണ്? ഇക്ത സിസ്റ്റം എന്ന് പറയുന്നത് ഡൽഹി സുൽത്താൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു യുണീക്ക് ലാൻഡ് ഡിസ്ട്രിബ്യൂഷനും അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിന്റെ അണ്ടറിൽ വന്നിട്ട് എംപയറിന്റെ ലാൻഡ് വന്നിട്ട് പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനെ നമ്മൾ ഇക്താസ് എന്ന് പറയും. ഈ ഇക്താസ് വന്നിട്ട് ആർമിയിലുള്ള കമാൻഡേഴ്സിനും നോബിൾസിനും അതുപോലെ ഓഫീഷ്യൽസിനൊക്കെ സർവീസിന് പകരമായിട്ട് കിങ്സ് അവർക്ക് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ ഇക്താസ് ഹോൾഡ് ചെയ്യുന്നവര് ഇക്താദാസ് എന്നാണ് വിളിക്കുക. അപ്പൊ ഇവർക്ക് ഒരു ഏരിയയിലുള്ള ആ ഒരു ലാൻഡിന്റെ റവന്യൂ കളക്ട് ചെയ്യുകയും അതുപോലെ തന്നെ സുൽത്താന് വേണ്ടിയിട്ടുള്ള സോൾജേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Iqta system was a unique land distribution and administrative system introduced by the Delhi Sultans, particularly Iltutmish. Under this system, the empire's land was divided into pieces called Iqtas. These Iqtas were granted to army commanders, nobles, and officials in exchange for their services. The holders of Iqtas, known as Iqtadas, had to collect revenue and maintain soldiers for the Sultan. Question: What was the importance of the Urdu language? Urdu language inde importance എന്താണ്? ഉറുദു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റ് പീരീഡിൽ സംഭവിച്ച ഒരു കൾച്ചറൽ ഫ്യൂഷന്റെ സിമ്പിൾ ആണ്. അപ്പൊ ഇത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പേർഷ്യൻ ലാംഗ്വേജും, അതായത് ടർക്സ് കൊണ്ടുവന്ന പേർഷ്യൻ ലാംഗ്വേജും പിന്നെ ഡൽഹിയിൽ ലോക്കൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഹൈന്ദവിയും കൂടിയിട്ടുള്ള ഒരു ബ്ലെൻഡിങ് ആണ് ഉറുദു ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ പോയറ്റ് ആയിട്ടുള്ള അമീർ ഖുസ്രു വന്നിട്ട് ഇതിന്റെ ഡെവലപ്മെന്റിന് ഒരു മേജർ റോള് തന്നെ പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോയട്രി ലിറ്ററേച്ചറൊക്കെ ആ ടൈമിൽ ഉണ്ടായിരുന്ന ഇന്ത്യയിലുള്ള പോയട്രി ലിറ്ററേച്ചറൊക്കെ യൂസ് ചെയ്തത് ഈ ഒരു മേജർ ലാംഗ്വേജ് ആയിരുന്നു. അപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Urdu language is important because it is a symbol of the cultural fusion that happened during the Delhi Sultanate period.
It evolved as a new language by blending Persian, which was brought by the Turks, with Hindavi, the local language spoken around English. The poet Amir Khusro played a major role in its development, and it became a major language of poetry and literature in India. Question: Who was Amir Khusro? Amir Khusro ആരായിരുന്നു? അമീർ ഖുസ്രു എന്ന് പറയുന്നത് 13th 14th സെഞ്ചുറീസിൽ ഡൽഹി സുൽത്താനേറ്റ് പീരീഡ് സമയത്ത് ഇന്ത്യയിൽ താമസിച്ചിരുന്ന ഫേമസ് ആയിട്ടുള്ള പേർഷ്യൻ പോയറ്റും സ്കോളറും മ്യൂസിഷ്യനും ആയിരുന്നു. ഇദ്ദേഹത്തിനെ ഫാദർ ഓഫ് ഉറുദു ലിറ്ററേച്ചർ എന്നും ഫാദർ ഓഫ് കവാലിം എന്നുമാണ് വിളിച്ചിരുന്നത്. ഇദ്ദേഹമാണ് യുണീക്ക് ആയിട്ടുള്ള ഇൻഡോ മുസ്ലിം കൾച്ചറിന്റെ ഡെവലപ്മെന്റിൽ ഇമ്പോർട്ടൻറ്റ് റോള് വഹിച്ചത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Amir Khusro was a great Persian poet, scholar and musician who lived in India during the Delhi Sultanate period in the 13th and 14th centuries. He is often called the father of Urdu literature and the father of Qawwali. He wrote beautiful poetry and played a key role in the development of a unique Indo-Muslim culture. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.